ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു പത്രസമ്മേളനത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാം. പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത് നാഷണൽ വുമൻസ് ഫ്രണ്ട് എന്ന മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ അംഗങ്ങളായ ഒരു സ്ത്രീ ശാക്തീകരണ സംഘടനയാണ്. പത്രസമ്മേളനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആരോ എഴുതി തയ്യാറാക്കി കൊടുത്തതാണ് എന്ന് പത്രസമ്മേളനം കണ്ട ആർക്കും ബോധ്യപ്പെട്ട് കാണും. അവർ ഉന്നയിച്ച പ്രധാന ആവശ്യം പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ ക്രൈസ്തവ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്നതാണ്. കാരണം പാലാ ബിഷപ്പ് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് അപമാനിച്ചത് ക്രൈസ്തവ പെൺകുട്ടികളെ ആണ് എന്നാണ് സംഘടനയുടെ വാദം. മയക്കുമരുന്ന് കാണിച്ചാൽ ഒരു മുസ്ലിം യുവാവിന്റെ പിന്നാലെ പോകുന്ന വ്യക്തിത്വമില്ലാത്ത വിഭാഗമായി പാലാ ബിഷപ്പ് ക്രൈസ്തവ പെൺകുട്ടികളെ തരം താഴ്ത്തി സംസാരിച്ചു പോലും. അതുകൊണ്ട് ക്രൈസ്തവ സ്ത്രീകളും പെൺകുട്ടികളും പാലാ ബിഷപ്പിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ പ്രധാന അജണ്ടയായി കാണണം എന്നാണ് സംഘടനയുടെ ഉപദേശം. ക്രിസ്ത്യൻ സഭകളിൽ നടക്കുന്ന അഴിമതികളും കുറ്റകൃത്യങ്ങളും ഇല്ലാതാക്കാൻ RSS ക്രൈസ്തവ സഭകളിലെ ചില അച്ഛന്മാരെ കൂട്ടുപിടിച്ച് നടപ്പാക്കുന്ന അജണ്ടയുടെ ഭാഗമാണത്രേ പാലാ ബിഷപ്പിന്റെ പ്രസ്താവന. പത്രസമ്മേളനത്തിലെ ഏറ്റവും കാതലായ പ്രസ്താവന പാലാ ബിഷപ്പ് പറഞ്ഞത് ബാധിക്കുക ഇസ്ലാമിനെയല്ല ക്രൈസ്തവ സ്ത്രീകളെ ആണ് എന്നതാണ്. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 3 ആഴ്ച കാലത്തോളമായി സഭയും പറയുന്നത്. സന്യസ്തർ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതിനെ ഓർത്തും കോൺവെന്റുകളിൽ നടന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ചും ആശങ്ക പങ്കുവെച്ച പത്രസമ്മേളനത്തിലെ പ്രധാന ആവശ്യം ക്രൈസ്തവ സ്ത്രീകൾ പാലാ ബിഷപ്പിനെതിരെ രംഗത്തിറങ്ങണം എന്നത് തന്നെയായിരുന്നു. ആദ്യമേ പറയട്ടെ, മുസ്ലിം സംഘടനയിലെ സഹോദരിമാർ ആദ്യം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളെ പരിഹരിക്കാൻ പരിശ്രമിക്കുക. മുസ്ലിം മതവിഭാഗത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ എത്രയോ മടങ്ങ് സ്വാതന്ത്ര്യം ക്രൈസ്തവ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ക്രൈസ്തവ സഭയും ക്രൈസ്തവരും നൽകുന്നുണ്ട് എന്നറിയണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വെറുതെ ഒന്ന് പൊതുനിരത്തുകളിൽ കൂടി നടന്നാൽ മാത്രം മതി. പാലാ ബിഷപ്പ് പറഞ്ഞത് തെറ്റാണ് എന്ന് ഇതുവരെ ക്രൈസ്തവ സഭയിലെ സ്ത്രീകൾക്കോ ക്രൈസ്തവ പെൺകുട്ടികൾക്കോ തോന്നിയിട്ടില്ല. അവർ എല്ലാവരും തന്നെ തങ്ങൾക്ക് യഥാസമയം മുന്നറിയിപ്പ് നൽകുന്ന ഇടയന്റെ ശബ്ദമായിട്ടാണ് അതിനെ കണ്ടതും സ്വീകരിച്ചതും. ഇനി വിരലിൽ എണ്ണാവുന്ന ക്രൈസ്തവ നാമധാരികളായ പെൺകുട്ടികൾ യൂട്യൂബ് അഭിമുഖങ്ങളിൽ പ്രതികരിച്ചത് കണ്ടതാണെങ്കിൽ അത് വെറും പെയ്ഡ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് തിരിച്ചറിയുക. ആടുകളെ പിടിക്കാൻ വരുന്ന ചെന്നായ്ക്കൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ ഇടയനെതിരെ പ്രതിഷേധിക്കുക എന്നത് മുഖ്യ അജണ്ടയായി ക്രൈസ്തവ സ്ത്രീകൾ സ്വീകരിക്കണമെന്ന് ആയിരുന്നല്ലോ നിങ്ങളുടെ പ്രധാന നിർദ്ദേശം. വളരെ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ, ഇടയന്റെ സ്വരവും കള്ളന്മാരുടെ സ്വരവും വേർതിരിച്ചറിയാൻ ക്രൈസ്തവരും അവരിലെ സ്ത്രീകളും പരിശീലിച്ച് തുടങ്ങിയിരിക്കുന്നു. ഏറെ പരിഹാസ്യമായ മറ്റൊരു ആരോപണം ക്രിസ്ത്യൻ സഭകളിൽ നടക്കുന്ന അഴിമതികളും കുറ്റകൃത്യങ്ങളും ഇല്ലാതാക്കാൻ RSS ക്രൈസ്തവ സഭകളിലെ ചില അച്ഛന്മാരെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് എന്നതാണ്. ചിലപ്പോൾ എഴുതി കൊടുത്തത് തെറ്റി വായിച്ചതാകാം, അല്ലെങ്കിൽ ടൈപ്പിംഗ് എററാകാം. എങ്കിലും ആരോപണത്തിന് മറുപടി പറയണമല്ലോ. ക്രിസ്ത്യൻ സഭകളിൽ നടക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന അഴിമതിയും കുറ്റകൃത്യങ്ങളും മറച്ചു പിടിച്ചിട്ട് RSSന് എന്ത് നേട്ടം? അതിനാൽ എഴുതി തന്ന ആരോപണങ്ങൾ വായിക്കും മുമ്പ് RSS ക്രൈസ്തവ സഭകളുടെ ഭാഗമല്ല, അവർ ക്രൈസ്തവ സഭകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന മിനിമം പൊതുവിജ്ഞാനമെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ലവ് ജിഹാദ്, നാർക്കോ ജിഹാദ് എന്നീ പദങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നതാണ് അടുത്ത വാദം. ക്രൈസ്തവ സഭകൾ പുതിയ തരം ജിഹാദിന്റെ പേര് ദിവസവും പുറത്തുവിടുന്നു എന്നും പരിഹസിക്കുന്നുണ്ട് സംഘടനാ നേതാക്കൾ. അത് പറഞ്ഞ സംഘടനാ നേതാക്കൾ അറിയില്ലെങ്കിൽ പറയാം, നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം കൂടുതൽ ജിഹാദുകളെക്കുറിച്ച്, പക്ഷേ ക്രൈസ്തവർക്ക് അറിവുണ്ട്. ലവ് ജിഹാദ്, നാർക്കോ ജിഹാദ്, മാധ്യമ ജിഹാദ് എന്നിവയ്ക്ക് പുറമെ ഏകദേശം 20-ലധികം ജിഹാദുകൾ ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. അവയിൽ പലതും കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. സമയമാകുമ്പോൾ അവയെക്കുറിച്ചും സഭാ നേതൃത്വം മുന്നറിയിപ്പ് നൽകും. അപ്പോൾ പത്രസമ്മേളനം നടത്തിയ സംഘടനാ നേതാക്കൾക്കും അവയെക്കുറിച്ച് ബോധവതികളാകാൻ കഴിയും. ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ, 2 ആഴ്ചക്കാലം കേരളം മുഴുവൻ പത്രസമ്മേളനങ്ങളും റാലികളും നടത്തിയിട്ടും പാലാ ബിഷപ്പ് മാപ്പ് പറഞ്ഞില്ല, പ്രസ്താവന പിൻവലിച്ചുമില്ല. അതിന്റെ കാരണം സംഘടനാ നേതാക്കൾ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്. ആ പ്രസ്താവന അബദ്ധത്തിൽ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു പോയതല്ല. നല്ല ബോധ്യത്തോടെ, സത്യമാണ് എന്ന ഉറപ്പോടെ തൻ്റെ ഇടയജനത്തോട് വിളിച്ചു പറഞ്ഞതാണ്.
അതുകൊണ്ട് തന്നെ അത് പിൻവലിക്കാനുള്ളതല്ല, പിൻവലിക്കുകയുമില്ല. സ്വയം ആശ്വസിക്കുവാനും മുഖം മിനുക്കുവാനും കൂടുതൽ പത്രസമ്മേളനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കട്ടെ.